യേശുവിനോടൊപ്പമുള്ള യാത്ര. ഇന്നത്തെ ചിന്താവിഷയം: ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം. ഇന്നത്തെ ധ്യാനത്തിനായുള്ള തിരുവചനം 1 കൊരിന്ത്യർ 6:20. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് നൽകിയ ഒരു മഹത്തായ വിഷയമായിരുന്നു ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുക എന്നത്. ഈ നോമ്പിൻ്റെ ദിനങ്ങളിലും ദൈവം നമ്മോട് പറയുന്നതും നാം ധ്യാനിക്കേണ്ടതുമായ ഒരു വചനമാണ് ഇത്. ദൈവം സൃഷ്ടിച്ച് നമുക്ക് ദാനമായി നൽകിയ ഒരു വലിയ സമ്മാനമാണ് നമ്മുടെ ശരീരം. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് സങ്കീർത്തനങ്ങൾ 139 കാണുവാൻ സാധിക്കും. ദൈവം തൻ്റെ സ്വരൂപത്തിൽ ഏറ്റവും അതിശയകരമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം ഏറ്റവും പ്രാധാന്യം നൽകിയതും മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ നാം ധ്യാനിച്ച 1 കൊരിന്ത്യർ 6:18 ഇങ്ങനെ പറയുന്നു: ദുർനടപ്പ് വിട്ടു ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിനു പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിനു വിരോധമായി പാപം ചെയ്യുന്നു. സകല അശുദ്ധിയും ദുർനടപ്പും ഉപേക്ഷിച്ച് യേശുവിനോടൊപ്പം നടക്കുവാൻ ദൈവം ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നമ്മുടെ ശരീരം എന്നത് നാം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരത്തെ നാം അതുകൊണ്ട് എത്രയും വിശുദ്ധിയോടെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. കർത്താവായ ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നാം നമുക്കുള്ളവരല്ല. നമ്മുടെ ശരീരം കർത്താവിൻ്റെ സ്വന്തമാകുന്നു എന്നത് നാം എപ്പോഴും ഓർക്കണം. നാം നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 12:1 നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ദൈവം പ്രസാദിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതുമായ ആരാധന എന്നത് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ്. പഴയ നിയമ പുരോഹിതന്മാർ യാഗമായി മൃഗത്തെ അർപ്പിച്ചതുപോലെ നാം നമ്മുടെ ശരീരത്തെ ദൈവനാമ മഹത്വത്തിനായി യാഗം എന്ന പോലെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കണം എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുന്നതാണ് ദൈവം പ്രസാദിക്കുന്ന ആരാധന. ഈ ആരാധനയിൽ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 13:15 പറയുന്നത് പോലെ ദൈവത്തിനു അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ആയിരിക്കണം. യേശുവിനോടൊപ്പമുള്ള ഈ നമ്മുടെ യാത്രയിൽ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടും ഉപവാസത്തോടും ശരീരത്തിൻ്റെ പാപകരമായ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും ജയിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ശക്തീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ പുതുജീവിതം ആരംഭിക്കുവാൻ ദൈവം നമ്മെ ഇന്ന് ക്ഷണിക്കുന്നു. ആ ക്ഷണം സ്വീകരിച്ച് യേശുവിനോടൊപ്പം വിശുദ്ധിയിൽ നമുക്ക് നടക്കാം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഭയങ്കരവും അതിശയവുമായി ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കയാൽ
ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ വീണുപോയിട്ടുണ്ടെങ്കിലും ഞങ്ങളിൽ പകർന്ന ജീവൻ്റെ കൃപയ്ക്കായും അവസരത്തിനായും നന്ദി കർത്താവെ. ഞങ്ങളുടെ ശരീരം കൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.